ഹൈ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ് വ്ലോഗ്. മൺസൂൺ ഓഫർ സെയിലുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ഓഫേഴ്സ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പ്ലാന്റ് വാങ്ങുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ ഗിഫ്റ്റ് ഈ തവണ നമ്മൾ ഫ്രീ പ്ലാന്റ് നമ്മൾ ഈ തവണ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പ്ലാന്റ്സ് കാണുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഓർഡർ എടുത്ത് വിത്തിൻ 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് വരുന്നതുകൊണ്ടാണ് സോൾട്ട് ചെയ്തിട്ട് അയക്കുന്നത്. അതിൻ്റെ ഒരു സമയമാണത്. പിന്നെ നമ്മൾ DTDC വഴി മാത്രമാണ് ഇപ്പോൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണലിലും അയക്കും, സ്പീഡ് പോസ്റ്റ് നമ്മൾ അയക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് കുറച്ച് റിസ്ക് കൂടുതൽ വരുന്നുണ്ട് അതുകൊണ്ടാണ്. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട്. സൈസ് നോക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ പ്ലാന്റാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അത് മുൻകൂട്ടി പറയുക. പിന്നെ നമ്മൾ 2 രീതിയിൽ പാക്കിങ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ബെയറൂട്ട് ചെയ്ത് കൊക്കോപീറ്റിൽ റൂട്ട്സ് കവർ ചെയ്തിട്ട് ഒരു രീതിയിൽ പാക്ക് ചെയ്യും. മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് കളയാതെ പാക്ക് ചെയ്യും. അപ്പോൾ മണ്ണ് കളയാതെ പാക്ക് ചെയ്യുമ്പോൾ കൊറിയർ ചാർജ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയുക, നിങ്ങൾക്ക് മണ്ണ് കളയാണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന ശേഷം പ്ലാന്റ് റിസീവ് ചെയ്ത ശേഷം അയ്യോ എനിക്ക് മണ്ണ് കളയണ്ടായിരുന്നു എന്ന് അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ GPay വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഓർഡർ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു മെത്തേഡ്സും കാര്യങ്ങളും വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മളിത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡൗട്ട്സ് വെച്ചുകൊണ്ട് ആരും പ്ലാന്റ് ഓർഡർ ചെയ്യരുത്. പിന്നെ കോൾസ് ആരും ചെയ്യാൻ പാടില്ല. ഓൺലി വാട്സപ്പ് ത്രൂ മെസ്സേജസും വഴി മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു മണിമുല്ലയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ മണിമുല്ല എന്ന് പറയുന്നത്. ഇഷ്ടമാതിരി പൂക്കൾ തരും. നമുക്ക് എവിടെ വേണമെങ്കിലും പടർത്തി കൊടുക്കാം. പിന്നെ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കണം. അതായത് ഒരുപാട് സ്ഥലമില്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ ഒരു ആർച്ചൊക്കെ അല്ലെങ്കിൽ ഒരു ടവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഒതുക്കി വളർത്താനും പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ തേനീച്ച കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ആപ്റ്റായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പൂക്കൾ. നമ്മളൊരു തവണ നമ്മുടെ ഗാർഡനിലായപ്പോൾ പൂക്കൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മണിമുല്ല. നല്ല ട്രെൻഡിങ്ങിലുള്ള പ്ലാന്റാണ്. 100ന് മേലേക്കാണ് ഞാൻ ആ കാണിച്ച സൈസിലുള്ള പ്ലാന്റ്സൊക്കെ മിക്ക നഴ്സറിക്കാരും കൊടുക്കുന്നത്. നമ്മളിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 60 റുപ്പീസാണ് കേട്ടോ. 60 രൂപയാണ്. വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കിക്കേ. ഇഷ്ടംമാതിരി തേനീച്ചകൾ ഈ ഒരു പ്ലാന്റിൽ അട്രാക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ തേനീച്ചകളുണ്ട്. ചെറുതേനീച്ചകളാണ് കൂടുതൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ചെറുതേനീച്ചകളുടെ തേനിന് റേറ്റും കൂടുതലാണല്ലോ. അപ്പോൾ ആ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു വള്ളിച്ചെടിയാണ്. എല്ലാവർക്കും പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ കട്ടിങ്സിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സൈസ്. അടുത്തത് നമ്മുടെ ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാനും അതുപോലെ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ടല്ല, ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിങ് കഴിയുമ്പോൾ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രൂട്ട് സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഈ ഒരു പ്ലാന്റ് നിർത്തരുത്. അപ്പോഴത്തേക്കും പിന്നെ പൂക്കൾ വരാൻ വൈകും. അതുകൊണ്ട് നിങ്ങൾ ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴത്തേക്കും പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 60 റുപ്പീസാണ്. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ ബ്രസീലാണ്. ഒരുപാട് പേര് കഴിഞ്ഞതാണ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങാണ്ടിരിക്കില്ല, അത്ര ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്കിത് ടവറായിട്ട് സെറ്റ് ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. കഴിഞ്ഞ തവണ കുറേ പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഈ തവണ അത്യാവശ്യം പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ വെരിഗേഷൻസ് ഒക്കെ തന്നെ എല്ലാത്തിനും വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. 30 റുപ്പീസാണ്. അപ്പോൾ അത്യാവശ്യം ഉണ്ട്. വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കാം.
ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു സിങ്കോണി വെറൈറ്റിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഏകദേശം സൈസ് വരുന്നത്. എല്ലാം ഈ സൈസ് കാണില്ല കേട്ടോ, ചിലത് ഈ സൈസ് ആയിരിക്കും, ചിലത് ഈ സൈസൊക്കെ ആയിരിക്കും. കണ്ടില്ലേ, ഇതാണ് ഈ ഒരു എക്സാക്റ്റ് സൈസ് ഇതാണ് കേട്ടോ. ഇത് കണക്ക് കൂട്ടിയാൽ മതി. മറ്റേത് ഇങ്ങനെ ചിലത് മാത്രമേ അത്ര ബുഷായിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റാണ്. നല്ല വെരിഗേഷനാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇതിലൊരു പിങ്ക് ലൈൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ, ഇതിൻ്റെ നടുക്ക് ഒരു പിങ്ക് ലൈൻസൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. മിനിയേച്ചർ ടൈപ്പ് സിങ്കോണിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. മിനിയേച്ചറാണ്. ഇത് പൊക്കമൊന്നും വെക്കില്ല, കുറ്റിയായിട്ട് പിടിച്ചു പോവാണ് ചെയ്യണത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പെട്രിയയുടെ വെറൈറ്റിയാണ്. ഇത് വൈറ്റാണ്. 3 കളറിന് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക്, പിന്നെ ലാവൻഡർ കളർ, അതായത് വയലറ്റ് ബ്ലൂ എന്നൊക്കെ പറയും. ആ കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് 60 റുപ്പീസിൻ്റെ പ്ലാന്റ് സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ 100 റുപ്പീസിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈസ് ഞാൻ വേറെ കാണിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറയാം, നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ നമ്മൾ 60യുടെതാണ് കൊടുക്കുന്നത്. ഇതാണ് 100ൻ്റെ പ്ലാന്റ്. അതിൻ്റെ നീട്ടവും അതുപോലെ സൈസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്. നിങ്ങൾക്ക് 60ൻ്റെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ പറയാം, 100ൻ്റെയാണ് വേണ്ടതെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ഇതിൻ്റെ പൂക്കൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് വൈറ്റ്. നമ്മുടെ കയ്യിൽ 3 കളറിൻ്റെയും പ്ലാന്റ് അവൈലബിൾ ആണ്. അതും 80ൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 60ൻ്റെ ഉണ്ട്, 100ൻ്റെ ഉണ്ട്. ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പറയാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പെട്രിയ അത്യാവശ്യം നല്ല റേറ്റുള്ളതാണ്. ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ കിട്ടില്ല, അതെന്തായാലും ഉറപ്പ് തരാം. പ്രത്യേകിച്ച് വൈറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് കേട്ടോ. നമുക്ക് ഓൾ സീസൺ ആണ്. പ്ലാന്റ് വൺസ് മെച്ചുവർഡായി കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ കൂടുതലും സീസണൽ അല്ലാത്ത പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ പ്രൊമോട്ട് ചെയ്യണത്. സീസണൽ പ്ലാന്റ് ആകുമ്പോൾ ആ സീസണിൽ മാത്രമേ പൂക്കുള്ളൂ. അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് പൂക്കളാണ് ഉണ്ടാവണത്. നല്ല രസമാണ്. എനിക്ക് പെട്രിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ വൈറ്റും, അതുപോലെ ബ്ലൂവും പിങ്കും. വളരെ ഭംഗിയാണ്. പിങ്ക് ഒരു ഓർക്കിഡിൻ്റെ ലുക്കൊക്കെ നമുക്ക് കറക്റ്റ് ഒരു ഓർക്കിഡിൻ്റെ ലുക്ക് നമുക്ക് തോന്നും കേട്ടോ. ഇതാണ് പിങ്ക് കാണാൻ നല്ല ഭംഗിയാണ്. സത്യത്തിൽ ഇത് കോഞ്ചിയ ഫാമിലിയിലുള്ളൊരു പ്ലാന്റാണ് പിങ്ക് എന്ന് പറയുന്നത്. പക്ഷേ പെട്രിയയുടെ പോലെ ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് ഇതിനെ പെട്രിയ പിങ്ക് എന്ന് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പെട്രിയ പിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഈ ഒരു റേറ്റിന് നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടുക എന്നുള്ളത് കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. 120 റുപ്പീസിന് മേലെയാണ് ഇതിൻ്റെ ഒരു തൈ നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഇത്ര അഫോർഡബിളായിട്ടാണ് കൊടുക്കുന്നത്. അത്യാവശ്യം പ്ലാന്റ് നമ്മുടെ കയ്യിൽ തരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് പറയുക. സൈസിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക. നല്ല ഭംഗിയുള്ള ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. നല്ല ഭംഗിയാണ്. നമുക്കിത് ഇതിൻ്റെ പൂക്കളെന്ന് പറയുമ്പോൾ കുറേ നാൾ നിൽക്കും കേട്ടോ. ഈ ഒരു പിങ്കിൻ്റെത് മറ്റ് രണ്ട് ഫ്ലവേഴ്സിനേക്കാളും ലാസ്റ്റിംഗ് കൂടുതലാണ്. അടുത്ത പ്ലാന്റ് നമ്മുടെ സ്നോ റോസ് ആണ്. ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്. ഇതാണ് ഡബിൾ പെറ്റൽ, ഇത് സിംഗിൾ പെറ്റലിൻ്റെ ഫ്ലവേഴ്സാണ്. 2 ടൈപ്പ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഒക്കെ പ്രോപ്പറായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഏകദേശം ആ സൈസൊക്കെ തന്നെയാണ് പ്ലാന്റിന് വരണത്. ഇത് നമുക്ക് പൂത്ത് നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പ്ലാന്റ്സ് നല്ല രീതിയിൽ ഫ്ലവറിങ് ആയി നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. നല്ല ഭംഗിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന് വരുന്നത്. നല്ല എൻക്വയറി ഉള്ള പ്ലാന്റാണ്. നമുക്ക് ബോൺസായി ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത്, ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. അത്യാവശ്യം മദർ പ്ലാന്റ് സൈസുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നല്ലൊരു വൈറ്റ് വെരിഗേഷൻ വരും. ഞാൻ അതാണ് ഈ സൂം ചെയ്ത് കാണിക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ ബോൺസായി ആയിട്ട് അഫോർഡബിൾ ആയിട്ടൊരു ബോൺസായി ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് എന്തായാലും ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മഞ്ഞ സുന്ദരിയാണ്. വേറെ ആരും അല്ല, നമ്മുടെ ഹണീസക്കിളാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ ഹണീസക്കിൾ. അതിന് തക്കതായൊരു കാരണമുണ്ട്. ഇതിന് അത്രയും നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല് എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതുപോലെ ഇത് സീസണലല്ല, എപ്പോഴും ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താം, അതേസമയം ഇത് വെട്ടിക്കൊടുത്ത് കുറ്റിച്ചെടിയായിട്ട് നിർത്താനും പറ്റും. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് അതിൻ്റെ
ഫ്ലവേഴ്സ്. ഇതിൽ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് അറിയാവുന്നവർക്ക് മനസ്സിലാകും. അതിൽ ഒരു ഫ്ലവർ തന്നെ 3 കളറിലാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെയും ഇതിലെയും ഒരു ഫ്ലവറിന് 3 കളറിലാണ് കാണപ്പെടുന്നത്. ഇത് മൂന്ന് ദിവസവും 3 കളറാണ്. അതുപോലെ ലാസ്റ്റിംഗ് ഉള്ളൊരു ഫ്ലവർ കൂടെയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഇത് ജാപ്പനീസുകാർ ചായയൊക്കെ ഉണ്ടാക്കാനും മെഡിസിനൽ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വലുതായിട്ടൊന്നും അറിയില്ല, എന്നാലും ഇങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട്. ഗൂഗിളിലൊക്കെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് അത്രയും ഇത് തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്നൊരു സ്മെല്ലല്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു സൈസ് 100 റുപ്പീസിൻ്റെ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 50 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഹണീസക്കിൾ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്. നല്ല മാർക്കറ്റിൽ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് ജിഫി ബാഗിലെ സൈസുള്ള പ്ലാന്റ് നമ്മൾ 50 രൂപയ്ക്കും നന്നായിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആദ്യം കാണിച്ച ആ ഒരു സൈസ് 100 രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറയാം, നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് 50 രൂപയുടെ ഈ പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഓഫറിലല്ലാണ്ട് മറ്റേ പ്ലാന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, മറ്റേ സൈസിൻ്റെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ എന്നോട് പറയാം. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് ആ പ്ലാന്റ് വയ്ക്കാം. അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ മില്യൺസ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ്. നമ്മുടെ ഗാർഡനിലൊരു ന്യൂ ലുക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് സ്ലോ ഗ്രോത്ത് ആണ് പൊതുവെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ഇത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഇതിലൊരുപാട് പൂക്കളുണ്ടാവും, വെള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ. ഫ്ലവറിങ് എൻ്റെതായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്കാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതൊക്കെയാണ് സൈസ് വരുന്നത്. ഞാൻ ആ സൈസിൻ്റെയൊക്കെ ഒരു ഡിഫറൻസാണ് കാണിച്ചു തരുന്നത് കേട്ടോ. എല്ലാം ഒരേ സൈസ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ വീഡിയോയിൽ കണ്ട സൈസ് അല്ലല്ലോ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പല സൈസുള്ള പ്ലാന്റ്സ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസൊക്കെയാണ് ഏകദേശം വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതെൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഇതുപോലെ നിറയെ റൂട്ട്സ് വരും കേട്ടോ. മെച്ചുവേർഡ് ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പുതിയ പ്ലാന്റ്സൊക്കെ ആക്കാം. ഇതെൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റെഡിയാക്കി എടുത്ത പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷിയാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് കട്ടിങ്സ് എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഹോയയാണ്. ഹോയ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഹോയ എന്ന് പറയുന്നത്. അത്രത്തോളം നമുക്ക് എൻക്വയറീസ് ഉള്ള ഒരു പ്ലാന്റാണ്. ഈ തവണയും നമുക്ക് 4 വെറൈറ്റി ഹോയാസ് ഉണ്ട്. യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. യെല്ലോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി കൊണ്ടുവരുന്നത്, കാരണം അത്രയും നല്ല സ്മെല്ലാണ്. പിന്നെ ഹോയയിൽ വളരെ ചെറുതിൽ തന്നെ പൂത്തു തുടങ്ങുന്നൊരു വെറൈറ്റിയാണ് യെല്ലോ ഹോയ. ഇതൊക്കെയാണ് ഏകദേശം സൈസ് വരുന്നത്. ഞാൻ കറക്റ്റ് സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പലതും പല സൈസ് ആയിരിക്കും കേട്ടോ. അതിലും വലുതാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. എല്ലാ ഹോയ വെറൈറ്റിക്കും 60 റുപ്പീസാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഹോയൊക്കെ 120 റുപ്പീസിനാണ്. 80 റുപ്പീസ് കുറഞ്ഞ് ഹോയയുടെ ചെറിയ പ്ലാന്റ് കിട്ടത്തേ ഇല്ല. ഈ ഒരു സൈസുള്ള പ്ലാന്റിനൊക്കെ 120 റുപ്പീസൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ റെഡ് വരുന്നത്. റെഡിൻ്റെത് ഇതിപ്പോൾ വള്ളി വീശിയിട്ടുണ്ട്. എല്ലാം വള്ളി വീശിയിട്ടില്ല. ഈ ഒരു 2 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ് കണക്കൂട്ടിയാൽ മതി കേട്ടോ നിങ്ങൾ 60 റുപ്പീസിന്. എന്നാലും അതിൽ ഇതുപോലെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സും ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീവ്സ് കാണാൻ തന്നെ, ഇതിൽ ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ലീവ്സ് കാണാൻ തന്നെ ഭംഗിയാണ്. ഒരു വൈറ്റ് ഡോട്ട്സ്, അത് ഒരു വെരിഗേഷൻ വരുന്നുണ്ട്, ഒരു വൈറ്റ് വെരിഗേഷൻ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കൾക്ക് നല്ല മണമുള്ള വെറൈറ്റിയാണ് ഈ ഒരു യെല്ലോയും റെഡും ഒക്കെ. മറ്റ് ഹോയെ കമ്പാരിറ്റീവ്ലി വൈറ്റ്, അതുപോലെ റെഡ്, യെല്ലോ ഒക്കെ നല്ല സ്മെല്ലുള്ള, വൈറ്റിന് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതാണ് വൈറ്റിൻ്റെ പ്ലാന്റ് വരണത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഏകദേശം സൈസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചിലത് ഇതിലും വലിയ സൈസൊക്കെ ഉള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ പ്ലാന്റ് കൈ കിട്ടുമ്പോഴുള്ള ഒരു ആർഗ്യുമെൻറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ചെറിയ സൈസുള്ള പ്ലാന്റ് തന്നെ നമ്മൾ വീഡിയോയിൽ മാക്സിമം ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യണത്. മുമ്പ് നമ്മൾ വലിയ സൈസുള്ള പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചെറിയ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കസ്റ്റമേഴ്സുമായിട്ട് വരാറുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത് അതിലും വലിപ്പമുള്ള സൈസാണ്. അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റൊക്കെ നമുക്കുണ്ട്. എന്നാലും ഏകദേശം സൈസ് ആ ഒരു 2 ലീഫ് സ്റ്റേജൊക്കെ ഉള്ളതാണ് കേട്ടോ.
നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സ്. അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും വാങ്ങുക. ഈ ഒരു റേറ്റിന് കിട്ടില്ല ഹോയ വെറൈറ്റി, അതുകൊണ്ടാണ്. ഇത് പിങ്ക് കളറാണ് കേട്ടോ. പിങ്കിൻ്റെത് കുറച്ച് ചെറിയ സൈസ് പ്ലാന്റ് ആണ്, കാരണം നമുക്ക് അതിൻ്റെ ഗ്രോത്ത് സ്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കട്ടിങ്സ് കിട്ടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വിരിഞ്ഞിട്ടുള്ളതിൻ്റെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് യെല്ലോ. പിന്നെ ഹോയയുടെയൊക്കെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ് ഒരു കളറിന് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ യെല്ലോ കാണാനായിട്ട്. ഇഷ്ടമാതിരി മുട്ടുകളും പൂക്കളും തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് യെല്ലോ ഹോയ എന്ന് പറയുന്നത്. ഇതാണ് പിങ്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ പിങ്കിൻ്റെയും യെല്ലോയുടെയും ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഉള്ളതുകൊണ്ട് അറ്റാച്ച് ചെയ്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങുക. അടുത്തത് ഈ ഒരു റൗണ്ട് ടിഷീഡിയാണ്. എല്ലാവരും വാങ്ങുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ നല്ല സട്ടിൽ പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ റേറ്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 30 റുപ്പീസാണ്, 30 രൂപയാണ്. 25 റുപ്പീസിനും ഇതിലും ചെറിയൊരു സൈസ് 25 റുപ്പീസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 25 റുപ്പീസിൻ്റെ മതി എന്നുണ്ടെങ്കിൽ അത് വാങ്ങിയാൽ മതി കേട്ടോ. ഇതൊക്കെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പോട്ട് ഫുള്ളാക്കി എടുക്കാം. 2-3 പ്ലാന്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്ലാന്റ് ഫുൾ ചെയ്തെടുക്കാൻ പറ്റും. അത്രയും നല്ല ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ. അടുത്തതായിട്ട് ഇത്തവണ നമ്മൾ 3 ടൈപ്പ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വൈറ്റ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വൈറ്റ് വളരെ കുറവാണ്. അതുപോലെ പിങ്കും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ പറയുക. റെഡ് കുറച്ചുണ്ട്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സൈസ് നോക്കിയിട്ട് മാത്രം വാങ്ങുക. ചെറിയ സൈസാണ്. ഞാൻ സൈസൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വിരലൊക്കെ വെച്ച് കാണിക്കണത് കേട്ടോ. പിന്നെ ഒരു ആർഗ്യുമെൻറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ റൂട്ട്സൊക്കെ നല്ലോണം വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ റെഡ് വെറൈറ്റി എന്ന് പറയുന്നത്. ഇഷ്ടംമാതിരി പൂക്കളുണ്ടാവും. നിങ്ങൾക്ക് വലിയ കെയറിങ് ഒന്നും ബിഗിനേഴ്സിന് വരെ പറ്റുന്ന പ്ലാന്റാണ്. ഇതാ നോക്കിക്കേ, ഇതാണ് റെഡിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളേഴ്സാണ് റെഡ്, പിങ്ക്, പിന്നെ വൈറ്റിൽ ഇഷ്ടംമാതിരി പൂക്കൾ എല്ലായിടത്തും ഉണ്ടാവും. കുഞ്ഞു പൂക്കൾ നിറയെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് വൈറ്റും ഭയങ്കര ഇഷ്ടമാണ്. റെഡ് കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കാൻ. നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു റെഡ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു പോർഷൻ നല്ലൊരു മെറൂൺ കളറാണ്. പൂവിന് നല്ല ഡാർക്ക് റെഡുമാണ്. അപ്പോൾ ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും. നല്ല വെറൈറ്റി തന്നെയാണ് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ്. ഒക്കെ നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങി വെക്കുക. പിന്നെ ഓവർ വാട്ടറിങ് ചെയ്യരുത്. ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരുപാട് അങ്ങോട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പ്ലാന്റിന് ഇഷ്ടമാതിരി പൂക്കൾ തരും. നമ്മുടെ ഗാർഡനിൽ, മറ്റുള്ളവരുടെ ഗാർഡനിൽ നിന്നും നമ്മുടെ ഗാർഡനിൽ ഒരു എലഗൻ ലുക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് പ്ലാന്റ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ വാങ്ങുക. ലിപ്സ്റ്റിക് പ്ലാന്റ് റെഡ് കൂടാതെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടൈഗർ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ടൈഗർ ലിപ്സ്റ്റിക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2 റേറ്റിലെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 40 റുപ്പീസിൻ്റെതാണ്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഈ ഒരു ബാക്ക് സൈഡിലുള്ള വെരിഗേഷനാണ് കൂടുതൽ അറിയുക. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കാണാനും ഇതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അത് കണ്ടില്ലേ, അതുപോലെയാണ് പൂക്കൾ ഇരിക്കുന്നത്. ഇതാണ് 40 റുപ്പീസിൻ്റെ പ്ലാന്റ്. 40യുടേത് കൂടാണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഉള്ളത് 60 റുപ്പീസിൻ്റെ പ്ലാന്റും ഉണ്ട്. അത് ഇതിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള പ്ലാന്റാണ്. സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് അല്ല ലിപ്സ്റ്റിക് പ്ലാന്റ്. ഫാസ്റ്റായിട്ട് വളരും. നിങ്ങൾ ഒരുപാട് കെയറിങ് ഒന്നും ചെയ്യേണ്ടാത്തൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റാണ് 60യുടെ പ്ലാന്റ്. ഇതാണ് 60 റുപ്പീസിൻ്റെ സൈസിലെ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു ജിഫിയോടെ തന്നെ അയക്കുന്നതുകൊണ്ട് തന്നെ പ്ലാന്റിന് കേടൊന്നും വരില്ല. ചിലപ്പോൾ ട്രാൻസിസ്റ്റിൽ ഇല വല്ലതും പൊഴിഞ്ഞു പോയാൽ അങ്ങനെ വരുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. എന്തായാലും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട പ്ലാന്റാണ് കേട്ടോ. അടുത്തതായിട്ട് ക്രിപ്റ്റാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ചോക്ലേറ്റ് ക്രിപ്റ്റാന്തസ് നമ്മുടെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇത് പിങ്ക് ക്രിപ്റ്റാന്തസ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ്. ഇതിൽ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഒരുപാട് ബേബി പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ ലിവിങ് റൂമിലോ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഒരുപാട് വാട്ടറിംഗ് ഒന്നും വേണ്ടാത്ത ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള എങ്ങനെ വെച്ചാലും പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റാണ്. ഇതുപോലെ ജിഫിയിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്, 50 രൂപയാണ്. ഈ ഒരു സൈസ് തന്നെയാണ് പ്ലാന്റിന് വരുന്നത്. നിങ്ങൾക്ക് ടേബിളിലൊക്കെ വെക്കാൻ, ഇപ്പോൾ ഓഫീസ് യൂസിനാണെങ്കിലും ഒക്കെ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഓഫീസിൽ ടേബിളിലൊക്കെ വെക്കാനാണെങ്കിൽ
ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കിഡ്നി പ്ലാന്റ് ആണ്. ഈ തവണ നമുക്ക് സ്മോൾ സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. ഇതാണ് 50 റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും കുറച്ചും കൂടെ വലിപ്പമുള്ളതുണ്ട്, അത് 60 റുപ്പീസിനാണ് കൊടുക്കുന്നത്. ഇത് 50 രൂപയ്ക്കും ഇതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ളത് 60 രൂപയ്ക്കും. പ്ലാന്റിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എന്തായാലും മനസ്സിലാവും. കാരണം അത്രയും റേറ്റ് ഉള്ളൊരു പ്ലാന്റാണ് കിഡ്നി പ്ലാന്റ്. അത്ര കോമൺ അല്ലാത്തൊരു പ്ലാന്റാണ്, കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നല്ല റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഈ പ്ലാന്റ് ആയിട്ടില്ല കേട്ടോ, കാരണം എല്ലാവരുടെയും കയ്യിലൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിലേക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റുന്നൊരു സ്പെഷ്യൽ അതിഥി തന്നെയാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൽ ഇഷ്ടമാതിരി കിഡ്നി ഉണ്ടാവും. അപ്പോൾ അതിൽ ഉറുമ്പുകളൊക്കെ വന്നിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലെ പ്ലാന്റിലൊന്നും അങ്ങനെ വരില്ല കേട്ടോ. ഇത് ഈ റെയിൻ ഫോറസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഇതെൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഡ്നി കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇതിലുണ്ടാകുന്ന കിഡ്നി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതുപോലെ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലവറിങ് കുറവാണ് കേട്ടോ, കാരണം മഴ ആയതുകൊണ്ട് ഉണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോയി. ഇഷ്ടം മാതിരി കിഡ്നി ഇങ്ങനെ ഉണ്ടാവും, നല്ല ഭംഗിയാണ്. ഇതുപോലെ കുഞ്ഞു പോട്ടിൽ സെറ്റ് ചെയ്യുക കേട്ടോ, കപ്പ് മോഡൽ പോട്ടിൽ സെറ്റ് ചെയ്യുക. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ഞാൻ ഈ ഒരു സൈസുള്ള പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൈസ് നോക്കി മാത്രം പോട്ട് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാന്റ് മാറ്റാനായി, എന്നാലും ഈ കുറച്ച് നാളും കൂടെ ഈ ഒരു പോട്ടിലൊക്കെ ഇത് ഓക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവണം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇഷ്ടംമാതിരി പൂക്കളുണ്ടാവും. ഒരേ സമയം ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടായിട്ട് കിഡ്നിയൊക്കെ ആയിട്ട് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയൊരു പ്ലാന്റാണ് കേട്ടോ. 2 റേറ്റിൽ അവൈലബിൾ ആണ്, 50 രൂപയ്ക്കും 60 രൂപയ്ക്കും. അടുത്തത് ഈ ഒരു കലേഡിയമാണ്, തായ്ലാൻഡ് വെറൈറ്റിയാണ്. നല്ല റേറ്റുള്ളൊരു കലേഡിയമാണ്. നമ്മൾക്ക് ഈ ഒരു കലേഡിയം മാത്രമേ ഈ തവണ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളൂ. ബാക്കി കലേഡിയമൊക്കെ കഴിഞ്ഞ തവണ തീർന്നിരുന്നു, ഇനിയിപ്പോൾ റെഡിയായി വരണം. അപ്പോൾ ഈ ഒരു കലേഡിയത്തിൻ്റെ 2 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ ലീഫ് ഇതുപോലെ പച്ചയിൽ ഇങ്ങനെ പതുക്കെയാണ് വെരിഗേഷൻ വരുന്നത്. ഇത് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലേഡിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ് കേട്ടോ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 60 രൂപയ്ക്ക് ഈ പ്ലാന്റ് നിങ്ങൾക്ക് എവിടെയും വാങ്ങാൻ കിട്ടില്ല. കാരണം ഇതെല്ലാവരും കൊടുക്കുന്നത് 80 രൂപയ്ക്കും 70 രൂപയ്ക്കും അതിൽ കൂടുതലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് 60 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതുപോലെ 2 ലീഫ് സ്റ്റേജാണ്. 2 ലീഫ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയൊക്കെ പുതിയത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ വാങ്ങാം. അടുത്തത് നമ്മുടെ സ്ട്രോബെറി എപ്പീഷ്യയാണ്. ഞാൻ ഇതിൻ്റെ മെച്ചുവേർഡ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത്രയും പിങ്ക് കളർ ഇതിനായിട്ടില്ല, നല്ല പിങ്ക് കളർ ആവും കേട്ടോ. ഇതിന് ഒരു സെമി ഷെയ്ഡാണ് വേണ്ടത്. ഡയറക്റ്റ് വെയിലടിച്ച് കഴിഞ്ഞാൽ ഇത് മഞ്ഞിച്ച് പോകുമല്ല, അതുപോലെ ലീവ്സിൻ്റെ ടിപ്പൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു അതിന് പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ കൊടുത്താൽ മതി. നല്ല രീതിയിൽ വലിയ കെയറൊന്നും ഇല്ലാണ്ട് വളരും. എൻ്റെ മദർ പ്ലാന്റാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയൊക്കെ, എത്ര ഭംഗിക്കാണ് ആ പിങ്ക് കളർ വന്നിട്ടുള്ളത്. അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ട്രോബെറി എപ്പീഷ്യ കാണാനായിട്ട്. നമുക്കിത് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതാണ്. ഒരു ഓറഞ്ച് കളറിലെ പൂവാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പൂക്കളെക്കാൾ എന്തുകൊണ്ടും ഭംഗി ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് കേട്ടോ. പൂക്കൾ ഭംഗിയില്ല എന്നല്ല, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ്. ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ. 40 രൂപയാണ്. വേണ്ടവരൊക്കെ വാങ്ങുക. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇപ്പോഴും ട്രെൻഡിങ്ങിലുള്ളൊരു എപ്പീഷ്യയാണ്. അടുത്തത് ഒരു ബാമ്പു വെറൈറ്റിയാണ്. ബാമ്പു വെറൈറ്റീസ് ഉണ്ടോയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നൊരു പ്ലാന്റാണ്. കണ്ടില്ലേ ലീഫിൻ്റെ ആ ഒരു ഭംഗി. നമുക്കിത് സിറ്റ് ഔട്ട് വേണമെങ്കിൽ സിറ്റ് ഔട്ടിൽ വെക്കാം, ലിവിങ് റൂമിലോ നമ്മുടെ ടേബിൾ ടോപ്പിലോ ഒക്കെ വെക്കാം. ഇത് മിനിയേച്ചറാണ് കേട്ടോ, പൊക്കമൊന്നും വെക്കില്ല, കുള്ളനായിട്ട് നിൽക്കും. പക്ഷേ ഒരുപാട് തൈകൾ ഉണ്ടാവും. ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ്. ഒരു റൂട്ടഡ് പ്ലാന്റ് 50 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു നിയോൺ കളറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. പച്ചയല്ല കേട്ടോ, ഡാർക്ക് ഗ്രീൻ അല്ല, ഇതൊരു നിയോൺ കളറാണ്. നമ്മുടെ നിയോൺ പോത്തോസിൻ്റെയൊക്കെ കളറാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ കളറ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ 50 റുപ്പീസാണ് വരണത്. വേണ്ടവർ വാങ്ങുക. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അടുത്തത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന വള്ളിച്ചെടിയാണ്. ഇതൊക്കെ
ഇതൊക്കെ സീസണലായിട്ടുള്ള പ്ലാന്റേ അല്ല. നമുക്ക് സീസണൽ പ്ലാന്റ് അങ്ങനെ അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കാരണം സീസണൽ പ്ലാന്റ് ആകുമ്പോൾ അത് ആ സീസണിൽ മാത്രമേ പൂക്കുള്ളൂ. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പൂക്കളുടെ ഭംഗി എപ്പോഴും ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ സീസൺ ആയിട്ടുള്ള പ്ലാന്റാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് നോൺ സീസണൽ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. മുമ്പ് ഇത് മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം അങ്ങനെ എങ്ങും ഇല്ല ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കുഞ്ഞു സൂര്യകാന്തി പൂക്കൾ പോലെ തോന്നും. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഡാർക്ക് ഓറഞ്ചാണ്. ഈ വീഡിയോയിൽ കാണുന്ന കളറേ അല്ല കേട്ടോ. ഇത് കുറച്ചും കൂടെ നല്ലൊരു ഓറഞ്ച് കളറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇഷ്ടംമാതിരി പൂക്കളുണ്ടാവും. വളരെ ചെറുതിലെ തന്നെ ഫ്ലവറിങ് ഉണ്ടാവുന്നൊരു പ്ലാന്റാണ്. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. നിങ്ങൾക്ക് 60 റുപ്പീസിൻ്റെ പ്ലാന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 50യുടെ പ്ലാന്റും ഉണ്ട്. അപ്പോൾ വേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുമ്പോൾ പറയുക. ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ഒരു പ്ലാന്റാണ്. നമുക്കങ്ങനെ തികയാറില്ല. എന്നാലും എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് മാക്സിമം നമ്മൾ ഇത്തവണ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥ കളർ കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇഷ്ടംമാതിരി പൂക്കളുണ്ടാവും. നല്ലൊരു വള്ളിച്ചെടിയാണ്. നിങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ പോലും ഒതുക്കി വളർത്താൻ പറ്റുന്ന, ടവറൊക്കെ ആക്കാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ്. എല്ലാ സെയിൽ വീഡിയോയിലും ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു ക്രിസ്മസ് കാറ്റസ്. നമ്മൾ ഇതുവരെ നമുക്ക് നമ്മുടെ കയ്യിൽ പ്ലാന്റ് ഷോർട്ടേജ് ആയിട്ട് പോലും നമ്മൾ ഇതിൻ്റെ റേറ്റ് കൂട്ടിയിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്ക് 40 റുപ്പീസിന് മേലെയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മളിത് കൊടുക്കുന്നത് 25 റുപ്പീസിനാണ്. നമ്മുടെ കയ്യിൽ 5 കളറ് അവൈലബിൾ ആണ്. ഈ 5 കളറിൽ 4 കളറിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കളറിൻ്റെത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഒരു ലാവൻഡർ കളറാണ് കേട്ടോ. അത് നമുക്ക് വിരിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞതാണ്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് കേട്ടോ. ഇത് തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ പിടിക്കുകയുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണ മിക്കവർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വെറുതെയാണ് കേട്ടോ. എൻ്റെ വീട് ആലപ്പുഴയാണ്. ഇവിടെ അത്യാവശ്യം ചൂടും അതുപോലെ തന്നെ ഈ മഞ്ഞുകാലത്ത് മാത്രം തണുപ്പും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ്. അതുകൂടാതെ ഞങ്ങളുടെ കുറച്ച് കോസ്റ്റൽ ഏരിയ കൂടെയാണ്. പക്ഷെ നല്ല രീതിയിൽ ഫ്ലവറിങ് തരാറുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും വലിപ്പമുള്ള ഫ്ലവേഴ്സും എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് സ്ഥലത്തുള്ളവർക്കും വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ബിഗിനേഴ്സിന് വരെ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഒരേ ഒരു കാര്യം, അധികം കെയറിങ് ഇതിന് ചെയ്യണ്ട, ഓവർ വാട്ടറിങ് കൊടുക്കണ്ട. ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്ലാന്റിൻ്റെ ആവശ്യം, അതായത് പോട്ടിൽ നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ വെള്ളം ഒഴിക്കുക. പിന്നെ ചെറിയ സൈസുള്ള പ്ലാന്റ് കൊണ്ടുപോയി വലിയ സൈസിലെ പോട്ടിൽ കൊണ്ടുപോയി വെക്കരുത്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കപ്പ് സൈസ് പോട്ടിൽ ആദ്യം പ്ലാന്റ് ചെയ്യുക. പ്ലാന്റ് വലുതാകുന്നതനുസരിച്ച് പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ സൈസ് മാറ്റി കൊടുക്കാവുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ കൊണ്ടുപോയി വലിയ സൈസുള്ള പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പോട്ടിന് കണക്കൂട്ടി വെള്ളം ഒഴിക്കും. അപ്പോൾ പ്ലാന്റ് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം എടുത്ത് പറയുന്നുണ്ട്. ലെങ്തി ആവുന്നത് കൊണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് മാക്സിമം ഞാൻ ഷെയർ ചെയ്യുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ഓഫർ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല. ചിലപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ ചിലവർ വന്ന് ചോദിക്കും 3 രൂപ മുതൽ 60 രൂപ വരെ പറഞ്ഞിട്ട് എന്താ ഇനി റേറ്റ് പറയണേന്ന്. ഇത് നമ്മുടെ ഓഫർ പ്രൈസുള്ള പ്ലാന്റ് അല്ല. പിന്നെ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിൽ ആഡ് ചെയ്തതന്നേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. പക്ഷെ 90 രൂപയ്ക്ക് ഈ ഒരു പ്ലാന്റ് ഈ സൈസിലുള്ളത് നിങ്ങൾക്ക് കിട്ടില്ല. 150 രൂപയാണ് എല്ലാ ഓൺലൈൻ, അതിപ്പോൾ യൂട്യൂബിലാണെങ്കിലും മറ്റ് ഓൺലൈൻ സൈറ്റിലാണെങ്കിലും 150ക്കാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് കൊടുക്കുന്നത് 90 രൂപയ്ക്കാണ്. ഇതിൻ്റെ സൈസൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെയ് ഫ്ലവറിൻ്റെ റെഡാണ്. ഫ്ലവേഴ്സ് സൈഡിൽ കൊടുക്കാം. അടുത്തത് ബോർ പ്ലാന്റ് ആണ്. ബോർ പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പറാണ്. പക്ഷേ ഫ്ലവേഴ്സ് ഇല്ലാത്തപ്പോൾ പോലും ഇത് സീസണലല്ല കേട്ടോ, നോൺ സീസണലാണ്. എപ്പോഴും പൂക്കളുണ്ടാവും. പക്ഷേ ഈവൻ പൂക്കളില്ലാത്ത സമയത്താണെങ്കിൽ പോലും ഇതിൻ്റെ ഇലകളുടെ ഭംഗി കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഈ ഒരു പ്ലാന്റ് നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആർച്ചൊക്കെ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാം. പൂക്കളില്ലേ പോലും ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു വെരിഗേഷൻ കൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിക്ക് നിൽക്കും. ഇതിപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റാത്തത് പടർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്.
60 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്രീമും യെല്ലോയും ഗ്രീനൊക്കെ കൂടെ ചേർന്നിട്ട് 3 കളറാണ് ഇതിലൊരു വെരിഗേഷൻ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, നോക്കിയാൽ മതി. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഒരു കുഞ്ഞ് കൊളാമ്പി, കുഞ്ഞല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊളാമ്പി പൂവിൻ്റെ സൈസൊക്കെ ഉള്ളൊരു ഫ്ലവറാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വെള്ളക്കൊന്നയാണ് കേട്ടോ. വെള്ളക്കൊന്ന ഇത് ഹൈബ്രിഡാണ്. നാടനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഹൈബ്രിഡിൻ്റെ റേറ്റ് 60ഉം നാടൻ്റെത് 50ഉമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ 6 മാസം മുതൽ 1 വർഷം വരെ വളർച്ച വന്നാലാണ് അത് പൂക്കുന്നത്. പക്ഷെ നമ്മുടെ ഹൈബ്രിഡ് അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തണ്ടുകൾ മുറിച്ച് വെച്ച് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഹൈബ്രിഡും ആക്കാം, അതുപോലെ തന്നെ നാടൻ നമുക്ക് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. പൂക്കൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റേറ്റ് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൂക്കളൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളക്കൊന്നയുടെ പൂക്കൾ വരുന്നത്. ഹൈബ്രിഡിൻ്റെ ആണെങ്കിലും നാടൻ്റെ ആണെങ്കിലും ഇത് തന്നെയാണ് ഫ്ലവേഴ്സ് വരുന്നത്. നമ്മുടെ മഞ്ഞക്കൊന്നയുടെ വേറൊരു വേർഷൻ. അടുത്തതായിട്ട് നമ്മളൊരു ലീഫി പ്ലാന്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പൂക്കൾ ഉണ്ടാവില്ല, പക്ഷേ പൂക്കൾ എന്തിനാ, ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി പോരെ, അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ പേർഷ്യൻ ഷീൽഡാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കളറുണ്ട് ഇതിന്. വീഡിയോയിൽ അത്രത്തോളം ഇതിന് കളർ അറിയുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയും ഡാർക്ക് വയലറ്റും ബ്ലാക്കും സിൽവറൊക്കെ കൂടെ കലർന്നിട്ടുള്ള നല്ലൊരു സുന്ദരി പ്ലാന്റാണിത്. നല്ല ഭംഗിയാണ്. നമുക്കൊരു ചട്ടിയിലൊക്കെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ കട്ടിങ്സിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. ഈ സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 50 റുപ്പീസിനാണ് കേട്ടോ. ചിലത് ഇതിലും വലുതായിരിക്കും, നീളമുള്ള പ്ലാന്റ് ആയിരിക്കും. ഏകദേശം സൈസാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മെഡിനില പ്ലാന്റ് ആണ്. മെഡിനില പ്ലാന്റ് എപ്പോൾ കൊണ്ടുവന്നാലും തികയാറില്ല. അത് വരുന്നുകൊണ്ടല്ല, നല്ല കൊടുത്തവർക്കൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അത് മാത്രമല്ല ജിഫിയിലായതുകൊണ്ട് തന്നെ റിസ്ക്കും കുറവായതുകൊണ്ട് മിക്കവരും വാങ്ങുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതും സീസണലല്ല, വൺസ് മെച്ചുവേർഡായി കഴിഞ്ഞ് ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും. അപ്പോൾ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ് ഈ ജിഫിയിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റിന്. ഈ സൈസ് തന്നെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ജിഫിയിലുള്ള പ്ലാന്റൊക്കെ തന്നെ നമ്മൾ ജിഫിയിൽ തന്നെയായിരിക്കും അയക്കുന്നത്. അല്ലാത്ത പ്ലാന്റാണ് നമ്മൾ ബെയറൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ താല്പര്യപ്രകാരം നമ്മൾ മണ്ണോടെയോ അല്ലാതെയോ അയക്കുന്നത് മറ്റുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല മുന്തിരിക്കുല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഫ്ലവേഴ്സാണ്. ഒരേ സമയം 2ഉം 3ഉം ഒക്കെ ഫ്ലവേഴ്സ് ഇതിൽ നമുക്ക് കിട്ടും. തണ്ടിൻ്റെ അടിയിൽ നിന്നാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്, അതായത് ഇലയുടെയും തണ്ടിൻ്റെയൊക്കെ അടിയിൽ നിന്നായിട്ടാണ് ഫ്ലവേഴ്സ് വരുന്നത്. നല്ല ഭംഗിയാണ്. പിങ്കും പർപ്പിളും ഒക്കെ കൂടെ കലർന്നിട്ടുള്ള ഒരു ഒരു പൂവാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാണ് അതിൻ്റെ ഒരു ബഡിൻ്റെ സ്റ്റേജ്. ഇതാണ് കണ്ടില്ലേ, ഒരു പ്ലാന്റിൽ തന്നെ വന്നിട്ടുള്ള പൂക്കളാണ് നിങ്ങൾ ഈ കാണുന്നത്. വൺസ് മെച്ചുവേർഡായി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ പൂക്കൾ നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടും. അടുത്തത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ്. എത്രയൊക്കെ ആയെന്ന് പറഞ്ഞാലും ഈ ഒരു പ്ലാന്റിൻ്റെ ട്രെൻഡ് മാറില്ല കേട്ടോ. നമ്മൾ നേരത്തെ നമ്മുടെ ഹണിസക്കിൾ പറഞ്ഞതുപോലെ ഒരു പൂ തന്നെ 3 കളറിലാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പ്ലാന്റിൽ തന്നെ 3 കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്. അങ്ങനെയല്ല കേട്ടോ. ഒരു ഫ്ലവർ തന്നെ 3 ദിവസവും 3 കളറിലാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. പക്ഷെ നമ്മുടെ ഇത് ഹൈബ്രിഡിൽ കുറച്ചും കൂടെ പൂക്കൾക്ക് മണം കുറവാണ്. നാടൻ നമുക്ക് റെഡിയായി വരുന്നുണ്ട്. 1-2 പ്ലാന്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, വേണ്ടവർ പറയുക. പക്ഷെ കൂടുതലും നമ്മുടെ ഹൈബ്രിഡാണ് ഇപ്പോൾ ഉള്ളത്. ഹൈബ്രിഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി പൂക്കൾ കുഞ്ഞിലേ തന്നെ ഉണ്ടാവും. വലിയ പൂക്കളായിരിക്കും. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഹൈബ്രിഡിൻ്റെ പൂക്കൾ വരണത്. നാടൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇഷ്ടംമാതിരി പൂക്കളുണ്ടാവും. ഇതാണ് 3 കളറ്, വൈറ്റ്, ലൈറ്റ് ലാവൻഡർ, അതുപോലെ തന്നെ വയലറ്റ്. ഇങ്ങനെ 3 കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഒരുപാട് എൻക്വയറി നമുക്ക് വരുന്ന ഒരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 60 രൂപ മാത്രമാണ് കേട്ടോ. വേണ്ടവർ ഓർഡർ ചെയ്യുക. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതൊരു കോമൺ ആയിട്ടുള്ള പ്ലാന്റാണ്, പക്ഷേ നമ്മുടെ ഇന്ന് ഒരുപാട് പേര് വാങ്ങുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റാണ്. വൈറ്റും റെഡും കൂടെയുള്ള നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും. സീസണലല്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 45 റുപ്പീസാണ് കേട്ടോ. 45 രൂപയ്ക്കാണ് നമ്മൾ
കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ 30 രൂപയുടെ പ്ലാന്റ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ പ്ലാന്റ് വേണ്ട 30യുടെ മതി എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ മാക്സിമം ഈ പ്ലാന്റ് വളച്ച് വെക്കാൻ നോക്കും. തല വളച്ച് വെച്ചിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും റാപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപാട് നീളം പാക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നിൽക്കില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഇതിൻ്റെ മാക്സിമം വളച്ച് വെക്കാറാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരണത് 45 റുപ്പീസാണ്. അടുത്തത് നമ്മുടെ 3 റുപ്പീസ് പ്ലാന്റ് ആണ് കാണിക്കാൻ പോണത്. ഇത് നമ്മുടെ ചീരച്ചെടിയാണ്. ചീരച്ചെടിന്ന് ഞങ്ങളുടെ ഇവിടെ പറയണതാണ് കേട്ടോ. ഇതിന് ഒറിജിനലി ഒരു നെയിമുണ്ട്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റൂബി പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന, സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇത് ഞങ്ങളിവിടെ ബോർഡർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളിത് സെയിലിന് ഇട്ടപ്പോഴാണ് എനിക്ക് ഇത്രത്തോളം ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായത്. നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ബൾക്കായിട്ടൊക്കെ ഇത് ആൾക്കാർ വാങ്ങാറുണ്ട് ബോർഡർ ആക്കാൻ വേണ്ടി. നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡാർക്ക് മെറൂണാണ്. വെയിൽ കിട്ടുന്തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ നല്ല ഭംഗിയിൽ എറിച്ച് വരും. പിന്നെ അധികം മെയിൻ്റെനൻസ് ഒന്നുമില്ല. വല്ലപ്പോഴും കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഹാപ്പിയാണ്. 3 രൂപയാണ് വരുന്നത്. അടുത്ത നമ്മുടെ 3 റുപ്പീസിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ ഗ്രാസ് ആണ് കേട്ടോ. ഒരു ഗ്രാസ് വെറൈറ്റിയാണ്. ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. ഇതുപോലെ പിച്ചി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാം. ഒന്ന് പിച്ചി എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും കുത്തി വെച്ചാൽ പെട്ടെന്ന് റൂട്ടായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്നത് റൂട്ടഡ് കട്ടിങ്സ് ആണ് കേട്ടോ. 3 രൂപയ്ക്ക് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത്. കാരണം ഇത് വള്ളി പോലെ ഇങ്ങനെ ആയിപ്പോകും. അതുകൊണ്ട് നമുക്കിത് പ്ലാന്റ് ആയിട്ട് എടുക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾക്ക് ഒരു ലോൺ ഏരിയ ഒക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അടുത്തത് ഈ ഒരു ബേബി ടിയേഴ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഒരു സക്കുലൻ്റ് പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും ഒരുപാട് പേര് വാങ്ങുന്നതാണ്. ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ലോ മെയിൻ്റെനൻസ് ആണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിന് 3 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ തവണ വാങ്ങുന്നവർക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ മൺസൂൺ ഓഫറാണത്. നല്ല ഭംഗിയുള്ള പ്ലാൻസൊക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ പ്ലാന്റൊക്കെ പ്രൊപ്പഗേഷനിലുണ്ട്. അടുത്തടുത്ത് ഒരുപാട് വെറൈറ്റി പ്ലാൻസ് വരുന്നുണ്ട്. നമ്മുടെ യെല്ലോ ജാസ്മിനൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രൊപ്പഗേഷനിൽ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് റെഡി ആകുമ്പോൾ അറിയിക്കാം. ഫോളിംഗ് സ്റ്റാറൊക്കെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കാരണം നമുക്ക് വ്യൂസ് അനുസരിച്ചുള്ള ലൈക്കൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയും റേറ്റ് കുറച്ച് നമ്മൾ വീഡിയോ പ്ലാൻസ് അവൈലബിൾ ആക്കുമ്പോൾ നമുക്കുള്ളത് ഒരു ചെറിയ സപ്പോർട്ടല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ലൈക്ക് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവർ